നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസം 10-ാം തീയതി 1199 ആണ്ട് കുംഭമാസം 26-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. സൂര്യഭഗവാന്റെ ദിവസമാണ് ഞായറാഴ്ച. നക്ഷത്രദേവനാണ് സൂര്യൻ. അപ്പോൾ നക്ഷത്രങ്ങളിൽ നക്ഷത്രദേവനാണ് സൂര്യൻ. ഇന്നത്തെ നക്ഷത്രമാവട്ടെ പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. പക്ഷേ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ദിവസമാണ്. ഇന്ന് ശുഭകാര്യങ്ങൾക്ക് നമുക്കെടുക്കാവുന്ന ഒരു ദിവസവും കൂടിയാണ്. പക്ഷേ എന്നാലും ഇന്ന് ശുഭകാര്യങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം അമാവാസിയാണ്. അമാവാസി എന്ന് പറയുമ്പോൾ കർത്തവാവ് ദിവസമാണ്. അമാവാസിക്കൊരു പ്രത്യേകതയുള്ളത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ബാധിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് അമാവാസി. അതുകൊണ്ടാണ് അമാവാസിക്കാണ് കൂടുതലായിട്ട് ഈ ആത്മശാന്തി പൂജകളൊക്കെ കൂടുതലായി ചെയ്യണേ. ആത്മാവിന് ശാന്തി കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി വരെ പൂജ ചെയ്യുന്ന ദിവസമാണ് അമാവാസി ദിവസം. അത് എല്ലാ വർഷത്തിലും എല്ലാവരും ചെയ്യുന്നതാണ്. ശരിക്കും കർക്കിടകത്തിലെ അമാവാസിക്ക്. അപ്പോൾ ഇന്ന് അമാവാസിയാണ്. നക്ഷത്രം നമുക്ക് അനുകൂലപ്രദമാണ്. പൂരുരുട്ടാതി നക്ഷത്രം. ഇന്ന് ഞായറാഴ്ചയാണ്. എങ്കിലും ഇന്ന് ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ അനുകൂലപ്രദമായ ദിവസമല്ല. അമാവാസിക്ക് എന്ത് ചെയ്താലും അന്ന് ഇരുട്ട് വ്യാപിക്കുമെന്നാണ്. അത് ഇരുട്ടിലേക്ക് പോവും. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. കുംഭമാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം കൊള്ളാം. പക്ഷേ അമാവാസിക്കാണ് വന്നിരിക്കുന്നത്. അമാവാസിക്ക് വന്നതുകൊണ്ട് കുറച്ച് ഇരുട്ട് വ്യാപിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ഇരുട്ട് വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമകതകൾ കൂടിയ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. വിഷമസന്ധികൾ കൂടുതലായിട്ടുണ്ടാവും. പ്രധാനമായിട്ട് രോഗാതി ദുരിതങ്ങൾ, സമാധാനക്കുറവ്, അലച്ചിൽ, അസ്വസ്ഥതകൾ, കേസ് വഴക്കുകൾ, സാമ്പത്തിക നഷ്ടം, ഇവയൊക്കെ ഉണ്ടാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുട്ട് മാറ്റണം. ഇന്ന് നിങ്ങൾ രാവിലെ തന്നെ ദേവീക്ഷേത്രത്തിൽ പോകണം. ദേവിയുടെ നടയിൽ പോയി ദേവിക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യണം. അതുപോലെ അമാവാസിയുടെ ദോഷഭാവം എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ജലധാര, മൃത്യുഞ്ജയ ഹോമം, അർച്ചന ഇവ നടത്തണം. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ചെയ്തു പോകുന്നതിനൊപ്പം തന്നെ ഇന്ന് നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വസ്ത്രധാരണം ചെയ്യുമ്പോൾ ശരിക്ക് താമരപ്പൂവിൻ്റെ കളറിലുള്ള വസ്ത്രം, അപ്പോൾ ശരിക്ക് ചുവപ്പാണോ എന്ന് വെച്ചാൽ അല്ല, റോസ് കളറ് അതുപോലെ കളറിലുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും. അത് നമുക്ക് സൂര്യൻ്റെ കിരണങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും സൂര്യൻ്റെ ഗുണഫലം സിദ്ധിക്കുകയും ചെയ്യും. അന്നത്തെ ദിവസത്തിൻ്റെ ഗുണഫലം സിദ്ധിക്കും. അതേപോലെ തന്നെ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അമാവാസിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമൊക്കെ നോക്കി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തേ തീരുള്ളൂ എങ്കിൽ മാത്രം. കാരണം അഭിജിത്ത് മുഹൂർത്തം ആണെങ്കിൽ പോലും ഈ അമാവാസി കുറച്ച് ബാധിക്കും. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:11 തൊട്ട് 12:59 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അതുപോലെ രാവുകാലവും ഇന്ന് ഇട്ടിട്ടുണ്ട്. യാത്രയൊക്കെ ഇന്ന് അവധി ദിവസമാണ്. നമ്മളിന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പുറത്തൊക്കെ പോകാം. ഓരോ കാര്യങ്ങൾക്ക് ബന്ധു വീടുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പോകാൻ ഇടവരുന്ന ദിവസമാണ്. പക്ഷേ നമ്മൾ രാവുകാലം നോക്കി വേണം ഇറങ്ങാൻ. കലണ്ടറിലൊക്കെ ഇട്ടിട്ടുണ്ട് 4:30 തൊട്ട് 6 മണി വരെയാണ് രാവുകാല സമയം എന്ന് കലണ്ടറിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ രാവുകാല സമയം ആ സമയത്തല്ല.
5:03 തൊട്ട് രാവുകാലം തുടങ്ങുന്നതേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ 5:03 മുമ്പ് ഇറങ്ങണം, അല്ലെങ്കിൽ 6:33 വരെയും രാവുകാല സമയമുണ്ട്. നമ്മൾ ശരിക്ക് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങാം, രാവുകാലം തീർന്നല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങണ കറക്റ്റ് രാവുകാല സമയത്തായി പോകും. അപ്പോൾ 6:33 കഴിഞ്ഞിട്ട് ഇറങ്ങാവോ, അല്ലെങ്കിൽ 5 മണിക്ക് മുമ്പ് ഇറങ്ങണം. രാവുകാല സമയത്തിനുള്ള പ്രത്യേകത, നമ്മളൊരു കാര്യത്തിന് പോകുന്നത് സമയത്തിന് അവിടെ എത്താതെ വരും, നമുക്കവിടെ ശോഭിക്കാൻ പറ്റാതെ വരും. ചിലപ്പോൾ വല്ല ഫംഗ്ഷന് പങ്കെടുക്കാനായിരിക്കും, അല്ലെങ്കിൽ വല്ല ബന്ധു വീടുകളിൽ പോകുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീറ്റിങ്ങിന് പോകുന്നതാവാം. അവിടെയൊക്കെ നമുക്ക് പരാജയം നേരിടാനിട വരും. അതുപോലെ ഇന്നത്തെ ഗുളികകാലവും യമകണ്ഠകാലവും കൂടി അറിഞ്ഞിരിക്കുക. യമകണ്ഠകാലം, ഗുളികകാലം വന്നിരിക്കുന്നത് ഇന്ന് 3:33 തൊട്ട് 5:03 വരെ ഗുളികകാലവും, യമകണ്ഠകാലം 12:35 തൊട്ട് 2:04 വരെ യമകണ്ഠകാല സമയമാണ്. ഈ സമയം ഒരു കാര്യങ്ങൾക്ക് നല്ലതല്ല. അപ്പോൾ ഇന്ന് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി നമുക്ക് കൂടുതലായി പ്രാർത്ഥിക്കുക. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള പുരുട്ടാതിക്കാർക്കും മറ്റുള്ളവർക്കും എല്ലാം ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.